അങ്ങനെ നമ്മുടെ വൈജ അവളുടെ അമ്മോട് യാത്ര പറയാൻ വരുന്നുണ്ട്. ആ സമയത്ത് അവൾ അമ്മോട് പറയേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, അലീന 23 വർഷത്തെ മുമ്പത്തെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു, അമ്മ എങ്ങാനും പറഞ്ഞോ എന്ന് ചോദിക്കണ്ടേ. എനിക്കെന്താ പ്രാന്തല്ല, എൻ്റെ ആങ്ങളമാർ പറയില്ല, പിന്നെ ഇപ്പോൾ ഇത് ആരാ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല, അവൾ എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ മുത്തശ്ശി പറഞ്ഞു എൻ്റെ വായ പുഴുത്തിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അമ്മ എന്തിനാ എന്നെ പ്രാവണം, നീയാണ് തെറ്റ്, എല്ലാറ്റിനും കാരണം നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ വൈജ യാത്രയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് എല്ലാം തുറന്ന് പറയുന്നുണ്ട്. നിനക്ക് ഞാൻ എപ്പോഴെങ്കിലും നിൻ്റെ അടുത്ത് സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് പറഞ്ഞത് ആയിട്ട് നിനക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ അച്ഛൻ പറഞ്ഞതായിട്ട് ഓർമ്മ ഉണ്ട്, അതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുളത്തൂർപ്പുഴയ്ക്ക് പോയത്, അയാളാണ് നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും നമ്മുടെ അലീനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും അലീന ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാൻലിയെ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ സ്റ്റാൻലി ജോസഫ് എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് നിന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ. എന്തായാലും നമ്മുടെ അലീന ആണെങ്കിൽ ആകെ തളർന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തും പോയി കാല് പിടിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രന് വേണ്ടിയിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പോട്ടെ മോളെ വായോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നാളെ തന്നെ നമ്മുടെ അലീനയും ബാലചന്ദ്രനും സ്റ്റാൻലിയുടെ അടുത്ത് എത്തുന്നുണ്ട്. സ്റ്റാൻലിയുടെ അടുത്ത് നമ്മുടെ അലീനയെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ച് വരുന്നുണ്ട്. ബാലചന്ദ്രൻ അതെങ്ങനെ സഹിക്കുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ബാലചന്ദ്രൻ അത് സഹിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, അലീനയ്ക്ക് അതിലേക്കേറെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമ്മൾ അലീന അവിടെ എത്തിയിട്ട് ഇനി എങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ എന്താ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.